ഹലോ ഗായ്സ്, അപ്പം ഇന്ന് അസുരൻ സ്റ്റോറിയുടെ ബാക്കി പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ എല്ലാവരും വായിച്ചു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പാർട്ട് 5 പോവാം. അസുരൻ ഭാഗം 5. ആരോടാടി കേസ് കൊടുക്കേണ്ടേ? ഇവിടെ എൻ്റെ മുന്നിൽ തത്ത പറയും പോലെ പറഞ്ഞോണം. ഈ ACP ആദ്രവ് ദീക്ഷിതിൻ്റെ മുന്നിൽ നീ പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും, കേട്ടോടി. ആദിയുടെ വാക്കുകൾ കേട്ടതും വൈശാലി അവൻ്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു. ഒരു പോലീസിൻ്റെ ലുക്ക് ആയിരുന്നില്ല അവന്. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ, നല്ല കട്ടിമീശയും ഡ്രിം ചെയ്ത താടിയും, സദാ കണ്ണിൽ ഒളിപ്പിച്ച ദേഷ്യം, മുഖത്ത് രൗദ്രഭാവം. അവൻ്റെ മുഖത്ത് ഏറെ നേരം അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ശേഷം ശാന്തമായി പറഞ്ഞു, സാർ ഇപ്പോൾ തല്ലിയത് ഞാൻ ക്ഷമിക്കും, കാരണം ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ എന്നെ സാറിന് എന്തും പറയാം, പക്ഷെ ഒരിക്കലും ഒരു പിഴച്ച പെണ്ണിനെ നോക്കുന്ന പോലെ നോക്കരുത്. ഇന്നലെ ആ സാഹചര്യത്തിൽ എന്നെ കണ്ടതുകൊണ്ടാണോ സാർ എന്നെ തെറ്റിദ്ധരിച്ചത്? അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഒറ്റ നോട്ടത്തിൽ എന്നെ വിലയിരുത്തുന്നത് എന്തിനാണ്? അവളുടെ കണ്ട ഇടറിയിരുന്നു. എങ്കിലും അത് മറച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി, സാറിനറിയോ, എന്നെ അയാൾ മോശമായി നോക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. ഇന്നലെ വരെ എന്നെ അയാൾ തൊടാൻ മുതിർന്നിട്ടില്ല. പക്ഷെ ഒരു പെണ്ണ് ഒറ്റയ്ക്കാണ് എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ചില ഞരമ്പന്മാരുണ്ട്. അവരിൽ ഒരാളാണ് അയാൾ. പക്ഷെ ഇവരെ മുതലെടുക്കുന്ന കൂട്ടത്തിലല്ല ഈ വൈശാലി. ഇന്നേ വരെ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല ഞാൻ, ഇനിയും അങ്ങനെ തന്നെ. ആദിയുടെ ഉള്ളിൽ എന്തോ അവളോട് അലിവ് തോന്നി. ഒന്നും അറിയാതെ വിശ്വം പറഞ്ഞത് കേട്ട് താൻ അവളെ തെറ്റിദ്ധരിച്ചത് തെറ്റാണെന്ന് അവന് തോന്നി. എങ്കിലും അത് പുറത്ത് കാട്ടാതെ അവൻ ചോദിച്ചു, വൈശാലി, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല. നിനക്കറിയോ കൃഷ്ണയുടെ തിരോധാനത്തെ പറ്റി? നിനക്കെന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയേ, അയാളെ ഞാൻ കണ്ടെത്താം. അവളൊരു പുച്ഛത്തോടെ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, സാറിന് ഒരിക്കലും എൻ്റെ ഏട്ടനെ കണ്ടെത്താൻ കഴിയില്ല സാറേ. എന്താന്നോ, എൻ്റെ ഏട്ടൻ മരിച്ചു. എൻ്റെ അഞ്ജന എന്ന് മരിച്ചു അന്ന് തന്നെ. അവളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. വൈശാലി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനറിയില്ലായിരുന്നു. എങ്കിലൊരു 100 ചോദ്യം അവനിൽ ഉയർന്നു. വൈശാലി, താൻ എന്താ ഇത് ആരോടും പറയാത്തേ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പോലും ഇതൊന്നും അറിയില്ല. താനീ കാണിച്ചത് എന്ത് മണ്ടത്തരമാണ്? അവൻ ആശങ്കയോടെ അവളോട് പറഞ്ഞു. ശേഷം അവളോട് ചോദിച്ചു, ഡോ, തനിക്ക് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് അറിയാവോ? എങ്കിൽ പറയ്. അവൻ്റെ മുഖത്ത് വ്യഗ്രത നിറഞ്ഞു. അവളുടെ ഉത്തരം, അറിയാം, ആരെന്നും എന്തെന്നും ഒക്കെ അറിയാം. അവരെ പൂട്ടാനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. കാരണം എൻ്റെ മരണശേഷം ആരും കാണില്ല എൻ്റെ മുത്തശ്ശനെ നോക്കാൻ. അവൾ അവനെ നോക്കിയിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങി. പെട്ടെന്ന് അവൻ പുറകിൽ നിന്നും അവളെ വിളിച്ചു, വൈശാലി, നിനക്കോ നിൻ്റെ ഫാമിലിക്കോ ഒന്നും പറ്റില്ല. ഞാൻ ഒക്കെ നോക്കിക്കോളാം. വേണ്ട സാർ, ഇതുപോലെ കുറേ പോലീസുകാർ എന്നോട് പറഞ്ഞതാ. പക്ഷെ അവരോട് ഞാൻ ഒക്കെയും അറിയാമെന്ന് കൂടി പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഇനി ഒരിക്കലും ഇവിടേക്ക് വരാതിരിക്കാനാണ്. വൈശാലി, പ്ലീസ്, താൻ ഇതിന് കൂട്ടുനിന്നേ പറ്റൂ. തൻ്റെ പേര് ഒരിക്കലും ആരും അറിയില്ല. താൻ ഈ കാട്ടുന്നത് സ്വാർത്ഥതയാണ്, കേട്ടോ? അറിയാം, പക്ഷേ എനിക്കെൻ്റെ ജീവിതം തന്നെയാണ് വലുത്. ഞാൻ പൊക്കോട്ടെ സാർ. നിക്കടോ, ഇതാ എൻ്റെ നമ്പർ. തൻ്റെ ഈ തീരുമാനത്തിന് എന്തേലും മാറ്റം വരുവാണെങ്കിൽ എന്നെ വിളിക്കണം. താൻ ഒന്നുകൂടി ആലോചിക്കൂ. അവൾക്ക് മുന്നേ അവൻ തിരികെ പോയി. അവൾ വീട്ടിൽ ചെന്ന് കയറിയതും മുത്തശ്ശൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആദിമോൻ പോയി അല്ലേ മോളെ? എൻ്റെ കുഞ്ഞിനെ അവർ കണ്ടെത്തും, എനിക്ക് ഉറപ്പുണ്ട്. അവളൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. എന്തിനോ വേണ്ടി എന്ന പോലെ അവൾ അടുക്കളയിൽ ജോലിയിൽ മുഴുകി. വീട് മുഴുവൻ അടിച്ചു വാരി നിലം തുടച്ച് വൃത്തിയാക്കി തെല്ലൊരു ഇടവേളയിൽ ഒന്ന് മയങ്ങി. ഇനി താൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഈ വീട് അത് തന്നെ വിട്ടു പോകും. മുത്തശ്ശൻ ഒന്നും അറിയില്ല, ഒന്നും അറിയണ്ട. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ താൻ ചുമക്കേണ്ട ഭാരമാണല്ലോ. വെറുതെ എന്തിനാ എൻ്റെ മുത്തശ്ശനെ കൂടെ ഞാൻ? അവളുടെ ചിന്തകൾ കാട് കയറിയപ്പോൾ സ്വയം അവയ്ക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അവൾ പതിവ് ശൈലിയിൽ വീടിൻ്റെ ഒരു മൂലയിൽ ചടഞ്ഞുകൂടി. പെട്ടെന്ന് മൊബൈലിൽ ഒരു കോൾ വന്നതും അവൾ അതെടുത്തു നോക്കി. കോൺവെൻറ്റിൽ നിന്നുമാണ്. മരിയമോളുടെ കാര്യം പറയാനാവും. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. മറുപുറത്ത് നിന്നും വന്നത് അത്ര സുഖകരമായ വാർത്തയായിരുന്നില്ല. ഒരുപാട് സങ്കടങ്ങൾ തരുന്ന കൂട്ടത്തിൽ ദൈവം ഇതും ചേർത്ത് കാണുമെന്ന് അവൾക്ക് തോന്നി. പിറ്റേന്നുള്ള പ്രഭാതം അവൾക്ക് നഷ്ടങ്ങളുടേത് മാത്രമാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ആദിയുടെ ലക്ഷ്യം വൈശാലിയിൽ നിന്നും അഞ്ജന എന്ന പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു. അവൻ അവളുടെ ഊരിലേക്ക് പോയി. തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരം. അനേകം ചെറിയ ചെറിയ വീടുകൾ കൂടി ചേർന്നാണ് ഉണ്ടായിരുന്നത്. പലരും ഭക്ഷണങ്ങൾ കണ്ടിട്ട് പോലും ദിവസങ്ങളായതുപോലെയുണ്ട്. അവൻ അവിടെ കണ്ടൊരു പയ്യനെ വിളിച്ചു നിർത്തി. ഹേയ്, അഞ്ജനയുടെ വീടെവിടെയാ? അവൻ ആദ്യം അടിമുടി ഒന്ന് നോക്കി. എന്നിട്ടൊരു കൊച്ചു വീട്ടിലേക്ക് കൈ കാണിച്ചു. ആദ്യം അവിടം ലക്ഷ്യമാക്കി നീങ്ങി. ആ വീടിൻ്റെ വാതിലിലൊന്ന് മുട്ടി. കുറച്ചു കഴിഞ്ഞതും അവിടേക്ക് നരബാധിച്ച ഒരു മനുഷ്യൻ പ്രത്യക്ഷമായി. സർ, ഞാൻ ആർദ്രവ്.
എനിക്കൊരു കാര്യം അറിയണം. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു അഞ്ജനയുടെ കാര്യം അന്വേഷിക്കാനാകുമെന്ന്. ഈ ഒരു കാര്യത്തിനല്ലാതെ ഒരാളും തങ്ങളെ തിരഞ്ഞു വരില്ലല്ലോ. അയാൾ നിർജീവമായ ഒരു ചിരിയോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ ആ കുഞ്ഞു വീടിൻ്റെ അകത്ത് കയറി. ആ വീടിൻ്റെ ഭിത്തിയിൽ മുഴുവൻ അഞ്ജനയുടെ ഫോട്ടോസ് ആയിരുന്നു. എൻ്റെ മോളാ അഞ്ജന. എനിക്കറിയാം സാർ എന്തിനാ വന്നതെന്ന്. എൻ്റെ മോൾ എന്താണ് കണ്ടെത്തിയത് എന്നറിയണം. അവളുടെ മരണം എങ്ങനെയായിരുന്നു എന്നറിയണം അല്ലേ? വേണ്ട സാർ, ഞങ്ങൾക്കൊന്നും അറിയണ്ട, ഒന്നും ചോദിക്കേണ്ട, ആരോടും പരാതിയില്ല. സാർ പൊയ്ക്കോ. പ്ലീസ് അങ്കിൾ, ഒന്ന് സഹകരിക്കൂ. നിങ്ങളെല്ലാവരും ഇങ്ങനെയായാൽ ഞങ്ങൾ എങ്ങനെ ഇത് തെളിയിക്കും? വേണ്ട സാറേ, ഈ കേസ് തെളിയണ്ട. എനിക്കിനി ഒരു കുഞ്ഞുകൂടിയുണ്ട്. അതിനെയും ചത്തുമലച്ച് കിടക്കുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ല. അയാൾ അകത്തേക്ക് കയറിപ്പോയതും ആ പ്രതീക്ഷയും ആദിയിൽ നിന്നും പോയി. എങ്കിലും എന്തോ പ്രേരണയാൽ അവൻ അയാളോട് അഞ്ജനയുടെ മുറി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിലെ ഗൗരവം അയാളെ തെല്ലൊന്ന് പേടിപ്പെടുത്തി. അയാൾ കുറേ നാളായി അടഞ്ഞു കിടന്ന മുറി അവന് തുറന്നു കൊടുത്തു. ആദ്യ അകത്തേക്ക് കയറി. ഭിത്തിയിൽ അഞ്ജനയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവൻ അവളുടെ മേശവലിപ്പിൽ ഇരുന്ന ഒരു ആൽബം എടുത്തു. അതിൽ അഞ്ജനയുടെയും വൈശാലിയുടെയും ഫോട്ടോസ് ആയിരുന്നു. അതിൽ നിന്നും രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് അവന് മനസ്സിലായി. ഒടുവിൽ ആദ്യം എടുത്തത് അവളുടെ പുസ്തകങ്ങളായിരുന്നു. ജേർണലിസം ആയിരുന്നു അവൾ പഠിച്ചിരുന്നത് എന്ന് അവന് മനസ്സിലായി. ശേഷം അവൻ്റെ കണ്ണിൽ ഉടക്കിയത് കുറച്ച് പെൻഡ്രൈവ്സ് ആയിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് ആദ്യ വേഗം തിരികെ പോന്നു. അവൻ്റെ ബുള്ളറ്റ് ഊരുവിട്ട് അകന്നതും അഞ്ജനയുടെ അച്ഛൻ്റെ പഴയ നോക്കിയ ഫോണിൽ ഒരു കോൾ വന്നു. നിങ്ങളുടെ മകൾ അർപ്പിത 10 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും. ചേച്ചി എടുത്ത ഉശിര് അനിയത്തി കാണിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഇവൾ അവൾക്ക് കൂട്ടായേനെ. ആ പിതാവിൻ്റെ അധരങ്ങൾ വിറപൂണ്ടു. തൻ്റെ ഒരു മകളെയെങ്കിലും ജീവനോടെ കാണാൻ അയാൾ കൊതിച്ചു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം അവിടം വിട്ടത് എന്ന് ഇവരാരും അറിഞ്ഞില്ല.